ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത പാർലമെന്റിന് പുറത്തേക്ക്. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറെന്ന് മമതാ ബാനർജി. തീരുമാനം സ്വാഗതം ചെയ്ത NCPയും സമാജ്വാദി പാർട്ടിയും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം കാര്യക്ഷമമല്ല എന്ന വിമർശനം മുന്നണിക്കകത്ത് നിന്ന് തന്നെ സജീവമായി ഉയർന്നു കേൾക്കുന്നതാണ്. അതിനിടയിലാണ് മമതയുടെ പ്രതികരണം. വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയൊരു പരിധിവരെ വിജയമായിരുന്നു എന്ന വിലയിരുത്തൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്. എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം ഫലവത്തായില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. അത് പല ഘട്ടങ്ങളിലും സഖ്യകക്ഷികളുമായി നടത്തിയ ചർച്ചകളിലും അവരുടെ സീറ്റ് വീതം വെച്ചതുമായി ബന്ധപ്പെട്ടും ഈ പരാതികൾ അതിരൂക്ഷമായി തന്നെ ഉയർന്നിരുന്നു. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ ഈ ഇടതു പാർട്ടികൾ ഇക്കാര്യത്തിൽ കടുത്ത ആക്ഷേപവുമായി രംഗത്തുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് തുടർന്നു വന്ന പാർലമെന്റ് സമ്മേളനത്തിലും ഈ ഒരു ഭിന്നത പ്രകടമായിരുന്നു. കോൺഗ്രസിനോടൊപ്പം അദാനി വിഷയത്തിൽ പ്രതിഷേധിക്കാൻ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. സംബാൽ വിഷയത്തിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്കാണ് ആദ്യ ദിവസങ്ങളിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഒരു ഭിന്നത പാർലമെന്റിന് പുറത്തേക്കും കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ന് മമതാ ബാനർജിയാണ് ഒരു അഭിമുഖത്തിനിടെ താൻ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ സമാജ്വാദി പാർട്ടി ഇത് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ രംഗത്തെത്തി. 100% ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സഖ്യത്തെ അത് ശക്തിപ്പെടുത്തും എന്നുമുള്ള പ്രതികരണമാണ് പാർട്ടിയുടെ ദേശീയ വക്താവ് ഉദയ്വീർ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായി തന്നെ NCP ശരത് പവാർ വിഭാഗവും ഈ ഒരു പ്രതികരണത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും മമത അത്തരത്തിൽ പുതിയ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രിയ സുലെ തന്നെയാണ്. മറ്റ് പാർട്ടികളുടെ കൂടി പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.